അസ്സലാമു അലൈക്കും. റമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വറുക്കാത്തതും പൊരിക്കാത്തതുമായിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു സ്നാക്സ് ഞാൻ ചെയ്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഇവിടെ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിലാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയിലോ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഗോതമ്പ് പൊടി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം, ആ രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഇവിടെ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഈ ഒരു മസാല വഴറ്റാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. ഇത് കളറൊന്നും മാറി വരണ്ട, ജസ്റ്റ് അതിൻ്റെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതാ ഇപ്പോൾ ഇവിടെ സവാള നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് വേണ്ടത് ഒരു 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് വഴണ്ടിയെടുക്കണം കേട്ടോ. ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും അതുപോലെ തന്നെ ആ മസാലപ്പൊടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ദാ ഇവിടെ നല്ല മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ചിക്കൻ ഒരു 200 ഗ്രാമിനുള്ളിൽ ചിക്കൻ ഉണ്ടാവും. ആ ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, വേറൊന്നും വേവാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു 2 തണ്ട് കൊറിയാണ്ടർ ലീഫ്, അതായത് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു പൊടി നല്ലപോലെ ഒന്നും കൂടെ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു സമയത്ത് ഒന്നും കൂടെ അതൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഈ ഒരു മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുറച്ചായിട്ട് എടുക്കുമല്ലോ, ആ ഓരോ റോളാക്കി എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കി വെക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ മാവൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു മേക്കർ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ഫോൾഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു മേക്കർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു മേക്കറാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഒരു മേക്കറിലേക്ക് ആദ്യം എണ്ണയൊന്ന് തൂവി കൊടുക്കണം. ശേഷം ഓരോ ഉരുളയാക്കി എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ആവശ്യാനുസരണം പ്രസ് ചെയ്യുക. നിങ്ങൾ കട്ടി കുറച്ചിട്ടോ കട്ടി കൂടിയിട്ടോ ഒക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ശേഷം ഇപ്പുറത്തെ സൈഡ് തന്നെ ഉണ്ടാവും അത് മടക്കാനുള്ളത്, ഫോൾഡ് ചെയ്യാനുള്ളത് ആ ഒരു മേക്കറിൽ തന്നെയുണ്ട്. കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുന്നുണ്ട്, അത്രയും ആവശ്യമൊന്നുമില്ല, കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ.
മസാല വെച്ച ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതപ്പോൾ കണ്ടില്ലേ, ഇത് ഫോൾഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. കേക്ക് എനിക്കൊരു 9 സ്നാക്സാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സ്നാക്സ് ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിൻ്റെ ഈ ഒരു പാത്രത്തിലാണ് ഞാനിത് വേവിച്ചാൻ വെക്കാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുക. ശേഷം ഓരോ സ്നാക്സ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ആവി കിട്ടുന്ന എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ വേണം ഈ എല്ലാ സ്നാക്സും ഒന്ന് വെച്ച് കൊടുക്കാൻ. ഇതാ നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞു. ഇതിലെനിക്ക് 9 സ്നാക്സാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ്. തീർച്ചയായും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ലവ് യു ആൻഡ് ബൈ.